ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മാത്സ് ഹാഫ് ഇയർലി മോഡൽ എക്സാം ആണ്. വരുന്ന ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാത്സിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കി തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ക്വസ്റ്റ്യൻസും അതിനുശേഷം മാത്രമാണ് ആൻസേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആക്ടിവിറ്റി 1 തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 1 നമുക്ക് തന്നിരിക്കുന്നത് കുറേ സൈക്കിൾസും ബാറ്റും ബോളിൻ്റെയൊക്കെ ചിത്രമാണ്. അപ്പോൾ എന്താ ചോദ്യം എന്ന് വെച്ചാൽ, ദേ ബ്രോട്ട് എ ബാറ്റ് ആൻഡ് ബോൾ ഫോർ ധനു ആൻഡ് എ ബൈസൈക്കിൾ ഫോർ ധ്വനി. അപ്പോൾ ധനുവിന് ഒരു ബോളും ബാറ്റും ധ്വനിക്ക് ഒരു ബൈസൈക്കിളും വാങ്ങിച്ചു. ഫാദറിൻ്റെ കയ്യിലാകെ 4000 രൂപയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ സാധനം ഉൾപ്പെടുത്തണമെങ്കിൽ. ഓരോ സൈക്കിളിൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാറ്റിൻ്റെയും ബോളിൻ്റെയും വിലയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, 4000 രൂപയുടെ ഉള്ളിൽ ഇത് രണ്ടും കൂടി നിങ്ങൾ പർച്ചേസ് ചെയ്യണം. പ്രൈസ് ഓഫ് ദി ബൈസൈക്കിളും പ്രൈസ് ഓഫ് ദി ബാറ്റ് ആൻഡ് ബോളും ദ എമൗണ്ട് പെയ്ഡും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പക്ഷേ 4000-ൽ കൂടുതലാവാൻ പാടില്ല. 4000-ൻ്റെ ഉള്ളിലായിരിക്കണം ആൻസർ വരേണ്ടത്. അടുത്ത ആക്ടിവിറ്റി 2, ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ടു ഗെറ്റ് സം 1000. നമുക്ക് 1000 വരണം, അതിനനുസരിച്ചിട്ട് ഇത് ഫില്ലപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു ഇവിടെ 490 + 10 + 500 1000 തന്നിട്ടുണ്ട്. 490 + എത്രയാണ് ഇവിടെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അങ്ങനെ അത് ഫില്ല് ചെയ്ത് പോവുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഫൈൻഡ് ദ സം ആണ്. നമുക്ക് ആദ്യം 2357 + 7532, രണ്ടാമത് 5104 + 4015, തേർഡ് 8432 + 1569, ഫോർത്ത് 6018 + 3294, അതിനുശേഷം 3519 + 8482. അപ്പോൾ ഇത്രയും ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇത് ആഡ് ചെയ്യണം. അഡീഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 4, റൈറ്റ് ദ നെക്സ്റ്റ് 5 നമ്പേഴ്സ് ആണ്. അതിൽ നമുക്ക് പാറ്റേൺ ആണ്. ആദ്യം തന്നെ 4100, 5100, 6100 എത്ര ആഡ് ചെയ്തിട്ടാണ് പോകേണ്ടതെന്ന് എഴുതണം. നെക്സ്റ്റ് വരേണ്ടത് 2352, 2852, 3332 അങ്ങനെയുള്ള പാറ്റേൺ ആണ്. അതിലും നിങ്ങൾ പാറ്റേൺ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് 1000, 2111 ആൻഡ് 3222 അതിൻ്റെ അതേപോലെ ഫില്ല് ചെയ്ത് പോകണം. ഇതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണ് ഡിഫറൻസ് എന്ന് നോക്കുക കേട്ടോ. അതിനുശേഷം ആ ഡിഫറൻസ് ആണ് ആഡ് ചെയ്ത് പോകേണ്ടത്. നെക്സ്റ്റ് 2839, 3748, 4657 ഇതിനെയും ഇതുപോലെ തന്നെ ചെയ്തു പോവുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആക്ടിവിറ്റി 5 ആണ്. കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ABCDE എന്ന് തന്നിരിക്കുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ആക്ടിവിറ്റി 6 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ജാനുവരി ഈസ് ഓൺ ദ 2nd. 2-ാം തീയതിയാണ് ജാനുവരിയിലെ ആദ്യ വെള്ളിയാഴ്ച വരുന്നത്. വിച്ച് ആർ ദ അതർ ഡേയ്സ് വിച്ച് ആർ ഫ്രൈഡേയ്സ്. അങ്ങനെയെങ്കിൽ പിന്നെ ഫ്രൈഡേയ്സ് വരുന്ന ജാനുവരിയിലെ ഡേയ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അടുത്തത് സെക്കൻഡ് വരുന്നത്, ഇഫ് ദ 7th ഓഫ് എ മന്ത് ഈസ് തേഴ്സ്ഡേ. ഒരു മാസത്തിൻ്റെ 7-ാം തീയതി തേഴ്സ്ഡേ ആണ്. വാട്ട് ഡേ ഈസ് ദ 17th. അങ്ങനെയാണെങ്കിൽ 17-ാം തീയതി ഏത് ദിവസമാണ്, 27-ാം തീയതി ഏത് ദിവസമാണെന്ന് എഴുതുക. നെക്സ്റ്റ് വരുന്നത്, ഗ്രോസറീസ് ഫോർ 1 month were brought for കിച്ചൂസ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇറ്റ് കോസ്റ്റ് 5372 rupees. അപ്പോൾ ഗ്രോസറീസ് എല്ലാം വാങ്ങിച്ചു വീട്ടിലേക്ക്. എത്ര രൂപയായി? 5372 രൂപയായി. 3685 രൂപ പെയ്ഡ് ചെയ്തു ക്യാഷ് ആയിട്ട്. പിന്നെ ബാക്കി എമൗണ്ട് UPI ആപ്പിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തത്. കയ്യിൽ ക്യാഷ് കൊടുക്കാണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തത്. എങ്കിൽ ഹൗ മച്ച് ഈസ് ഇറ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആകെ 5372 രൂപ കടയിലായി. നമ്മുടെ കയ്യിലാകെ 3685 കൊടുക്കാനുള്ളൂ. ബാക്കി നമ്മൾ അക്കൗണ്ട് വഴി നമ്മൾ GPay ചെയ്ത് കൊടുക്കാൻ പറയില്ലേ, അങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അടുത്തത് ആക്ടിവിറ്റി 7, ഇൻ ഹൗ മെനി വേസ് ക്യാൻ വി അറേഞ്ച് 24 ടോക്കൺസ് ഇൻ റെക്ടാങ്കിൾ. 24 കിട്ടണം. ഏതൊക്കെ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 24 കിട്ടാൻ എഴുതിയാൽ മാത്രം മതി ഇവിടെ. അടുത്ത ആക്ടിവിറ്റി 8 വരുന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ്. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 8 ഗിവ്സ് 120. ഏതോ ഒരു നമ്പറിനെ നമ്മൾ 8 വെച്ച് ഗുണിച്ചു, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 120 കിട്ടി. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 8. അങ്ങനെയെങ്കിൽ
ആ ഏതോ ഒരു നമ്പർ പറഞ്ഞല്ലോ, ആ ഒരു നമ്പറിനെ തൊട്ട് അടുത്ത നമ്പറിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 4, ഏതോ ഒരു നമ്പറിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 4172. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 4? എങ്കിൽ അടുത്ത നമ്പർ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ആക്ടിവിറ്റി 9 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് 1, 2, 3 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. 1, 2, 3 വെച്ചിട്ട് 2 ഡിജിറ്റ് നമ്പറുകൾ എഴുതണം, പക്ഷേ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അടുത്ത ചോദ്യം, റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് 1, 2, 3, 4 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. ഒരു 4 കൂടി എടുക്കുന്നു, 1, 2, 3, 4. ഇത് എഗൈൻ റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതണം. ആക്ടിവിറ്റി 10 ആണ്. ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ആരതീസ് ഹോം ഈസ് ബീങ് ടാർ. ആരതിയുടെ വീടിന്റെ ഫ്രണ്ടിലെ റോഡ് ടാർ ചെയ്യാണ്. 9 kilometers and 825 meters is the length to be tarred. 9 കിലോമീറ്ററും 825 മീറ്ററും ടാർ ചെയ്യാനുള്ള ലെങ്ത് ആണ്. 4 kilometers and 300 meters was tarred. 4 കിലോമീറ്ററും 300 മീറ്ററും ടാറിങ് കഴിഞ്ഞു ആദ്യത്തെ ദിവസം. എങ്കിൽ ഹൗ മച്ച് മോർ റിമൈൻസ് ടു ബി ടാർഡ്? ഇനി എത്ര ഭാഗം ടാർ ചെയ്യാനുണ്ട്? മൈനസ് ചെയ്യണം. ഓക്കെ. അടുത്തത് ആക്ടിവിറ്റി 11 ആണ്. കെ ഫോൺ കണക്ഷൻ ഈസ് ടു ബി ഗിവൺ ഇൻ 3 schools ഓഫ് ചീലിക്കോട് പഞ്ചായത്ത്. കെ ഫോൺ കണക്ഷൻ കൊടുത്തു 3 സ്കൂളുകൾക്ക് അല്ലേ. 20 kilometers ഓഫ് കേബിൾസ് ഹാസ് ടു ബി ലേഡ് ഫോർ ദിസ്. 20 കിലോമീറ്റർ കേബിൾ ലൈൻ വലിക്കേണ്ടി വന്നു. 12 kilometers and 673 meters ഓഫ് കേബിൾ വാസ് ലേഡ് ഫ്രം പൊന്നുമല സ്കൂൾ ടു മിനിയാട് സ്കൂൾ. വാട്ട് ഈസ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ടു ഗിവ് കണക്ഷൻ ടു ദ തേർഡ് സ്കൂൾ? മൂന്നാമത്തെ സ്കൂളിലേക്ക് ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ടു ഗിവ് കണക്ഷൻ ടു ദ തേർഡ് സ്കൂൾ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഹിൻ്റൊക്കെ നോക്കിയിട്ട് അത് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. നമുക്ക് ഇനി ആൻസർ കീയിലേക്ക് കടക്കാം. ആൻസർ കീ ആദ്യം തന്നെ ആക്ടിവിറ്റി 1ൻ്റെ ആൻസർ വരുന്നത്, ഞാനിവിടെ എനിക്കിഷ്ടമുള്ള നമ്പേഴ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. 3050യും 920യും കൊടുത്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 3970 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 2ൻ്റെ ഫില്ലപ്പാണ്. ഇതുപോലെ വരും കേട്ടോ. 510ഉം 490 + 10 പറയുമ്പോൾ 500 ആണ് വരിക. പിന്നെ വരുന്നത് ഇവിടെ 500 + 10 ചെയ്തതിൻ്റെ ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. എഴുതിയപ്പോൾ മാറിയതാണ്. അപ്പോൾ ഇത് നമുക്ക് 510 വരുന്നേ ഉള്ളൂ ആൻസർ. ദെൻ ഇവിടെ നമുക്ക് 200, ദെൻ 207 വരും. പിന്നെ നമുക്ക് വരുന്നത് 400ഉം 409ഉം വരും. നെക്സ്റ്റ് ആൻസേഴ്സ് വായിക്കാം. ആൻസേഴ്സ് ഫൈൻഡ് ദ സം ആണ്. ആക്ടിവിറ്റി 3യുടെ 9889 ആദ്യത്തെ ആൻസർ. അടുത്ത ആൻസർ വരുന്നത് 9119. അടുത്ത ആൻസർ വരുന്നത് 10001 വരും. അടുത്ത ആൻസർ വരുന്നത് 9312 വരും. പിന്നെ വരുന്നത് 12001. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ആക്ടിവിറ്റി 4ൽ നമുക്ക് പാറ്റേൺ ഫില്ല് ചെയ്യുക. 7100, 8100, 9100, 10100, 11100. അടുത്ത പാറ്റേൺ വരുമ്പോൾ ആൻസർ വരുന്നത് 3852, 4352, 4852, 5352, 5852. നെക്സ്റ്റ് വരുന്നത് 4333, 5444, 7666, 8777 വരും. നെക്സ്റ്റ് വരുന്നത് 5566, 6475, 7384, 8293, 9202. ആക്ടിവിറ്റി 5യുടെ ആൻസേഴ്സ് ആണ്. ആദ്യം നമുക്ക് എ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് രണ്ടുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരിക 4250. അടുത്തത് ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? ബി കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് വെച്ച് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ബി കിട്ടും, 4725. അടുത്തത് സി കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എയും ഇയും വേണം, അല്ലെങ്കിൽ ബിയും ഡിയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡി കണ്ടുപിടിക്കാം. ഡിക്ക് ഈ 1400, 3650 വെച്ച് നമുക്ക് എന്ത് കാണാം? ഡി കാണാൻ പറ്റും. അപ്പോൾ 5050 വരും അല്ലേ. അപ്പോൾ ഇവിടെ 5050 കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ബിയുടെ ആൻസറായ 4725 നമുക്ക് കിട്ടിയല്ലോ.
ഇനി ഇത് രണ്ടും കൂട്ടിയിട്ട് നമുക്ക് ഈ സി കണ്ടുപിടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ എയും ഇയും കേട്ടോ. ഇപ്പം ഈ കണ്ടുപിടിക്കാം. ഈയുടെ ആൻസർ വരെ 5525 ആണ്. അപ്പോൾ ഈ ബിയും ഡിയും കൂടി കൂട്ടിയിട്ടാണ് ഞാനിവിടെ സി 9775 കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി 6 ആണ്. ആക്ടിവിറ്റി 6ൻ്റെ ആദ്യത്തതിൻ്റെ ആൻസർ വരിക 9, 16, 23, 30. ഈ ദിവസങ്ങളൊക്കെ ഫ്രൈഡേസ് ആയിരിക്കും. രണ്ടാമത്തതിൻ്റെ ആൻസർ വരിക 27th ഡേ എന്ന് പറയുന്നത് വെനസ്ഡേ ആണ് വരിക. തേർഡിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1687 രൂപയാണ് കേട്ടോ. ആകെ 5372 ആയി. അതിൽ 3685 രൂപ നമ്മൾ ക്യാഷായി കൊടുത്തു. ബാക്കി നമ്മൾ GPay UPIയിലേക്ക് അയച്ച പൈസ 1647. ആക്ടിവിറ്റി 7 നമുക്ക് 24 ഏതൊക്കെ രീതിയിൽ എഴുതാം? 1 × 24, 24 × 1, 12 × 2, 2 × 12, 6 × 4, 4 × 6. രണ്ടെണ്ണം അവർ തന്നിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 8 ആണ്. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 8 gives 120 ആണ് അല്ലേ. അപ്പോൾ ഏതൊരു നമ്പറിനെ നമ്മൾ 8 വെച്ച് ചെയ്യുമ്പോൾ എന്നാണ്. അപ്പോൾ 15 ആണ് ആ നമ്പർ. പിന്നെ തൊട്ടടുത്ത നമ്പറിനെയും 8 വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16 × 8 നമ്മൾ ചെയ്യണം. 16 × 8 ചെയ്യുമ്പോൾ നമുക്ക് 128 ആൻസർ വരും. അടുത്ത ചോദ്യം അതുപോലെ തന്നെയാണ്. നമ്മുടെ ആൻസർ വരിക 4176 ആണ്. ഇനി ആക്ടിവിറ്റി 9 ആണ്. റൈറ്റ് 2 digit നമ്പേഴ്സ് യൂസിങ് ഡിജിറ്റ്സ് 1, 2, 3 ആണ്. വിത്തൗട്ട് റിപ്പീറ്റേഷൻ ആണ്. 1, 2, 1, 3, 2, 1, 2, 3, 3, 1, 3, 2 വരും. ഒരു നമ്പർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരാൻ പാടില്ല. അതേപോലെ തന്നെ 1, 2, 3, 4 വെച്ചിട്ട് വരുന്നത് ഇതാണ്. 1, 2, 1, 3, 1, 4. പിന്നെ 2, 1, 2, 3, 2, 4 അങ്ങനെ വരും. ഇതുപോലെയാണ് ആൻസർ വരിക കേട്ടോ. ഇനി ആക്ടിവിറ്റി 10 ആണ്. റോഡ് ടാർ ചെയ്യണതിൻ്റെ 2 ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9 കിലോമീറ്റേഴ്സ് 825 മീറ്റേഴ്സ് ആണ്. അതിൽ 4 കിലോമീറ്റർ 300 മീറ്റർ ടാർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി നമ്മൾ ടാർ ചെയ്യേണ്ടത് എത്രയാണ്? 5 കിലോമീറ്ററും 525 മീറ്ററും ടാർ ചെയ്യണം. മെത്തേഡ് 2 ഇത് മൈനസ് ചെയ്ത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇത് തന്നെയാണ് മെത്തേഡ്. ഇതുപോലെ മൈനസ് ചെയ്താൽ മതി. 9 കിലോമീറ്റർ 825 മീറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ 300 മീറ്റർ മൈനസ് ചെയ്താൽ ആൻസർ കിട്ടും. അടുത്തത് നമുക്ക് കെ ഫോൺ കണക്ഷൻ്റെ ആൻസർ ആണ്. നമുക്ക് 20 കിലോമീറ്റർ ആണ്. അതിൽ 12 കിലോമീറ്റർ 673 മീറ്റർ ടാർ ചെയ്തു അല്ലേ. ഇനി അത് നമുക്ക് ബാക്കി എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 7 കിലോമീറ്റർ 327 മീറ്റർ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരിക്കും. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇത് മൈനസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണു. ഇങ്ങനെ വേണം കേട്ടോ മൈനസ് ചെയ്യാൻ. 20 കിലോമീറ്റേഴ്സ് പറഞ്ഞാൽ നമുക്ക് അതിന് ശേഷം ഒരു 3 പ്ലേസ് ഇട്ട് കൊടുത്തിട്ട് വേണം മൈനസ് ചെയ്യാൻ. 10 നിന്ന് 3 പോയ 7, പിന്നെ 9 നിന്ന് 7 പോയ 2, 9 നിന്ന് 6 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 3. പിന്നെ ഇവിടെ എന്താ 9 ആണ് ആ കൂടെ ഉള്ളൂ. 9 നിന്ന് 2 പോയ 7. ഇങ്ങനെയാണ് വരിക. 7.327 7 കിലോമീറ്റർ 327 മീറ്റർ എന്ന് എഴുതുക കേട്ടോ. അത് മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 20 ശേഷം ഇവിടെ 20 കിലോമീറ്ററും ഇവിടെ 12 കിലോമീറ്റർ 673 മീറ്ററും ഉണ്ട്. അപ്പം നമ്മൾ ഈ കിലോമീറ്ററിൻ്റെ അടിയിൽ തന്നെ എഴുതുക. പക്ഷെ ബാക്കിയുള്ള ഭാഗം ഒഴിഞ്ഞു കിടക്കാൻ പറ്റില്ല. 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് വേണം നിങ്ങളത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിട്ട് പോവുക. അത് നിങ്ങൾക്ക് ഉപകരിക്കും. കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.